ഹലോ, ഇത് ചെറിയൊരു ഔട്ടിംഗ് വീഡിയോയാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ പോയത് സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു ചെറിയ ഡെക്കർ ബസ്സിൽ കുട്ടികളെ കയറ്റിയിട്ട് നല്ല സൗണ്ടിൽ മ്യൂസിക്കൊക്കെ ഇട്ട് ഇതുപോലെ മാള് ചുറ്റി കറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ലണ്ടൻ ബസ് എന്നാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഡക്കർ ലണ്ടൻ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിള്ളേരാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ മ്യൂസിക്കും എല്ലാം കൂടെ ആയപ്പോൾ പിള്ളേർക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടപ്പോൾ എനിക്കും ഒരു കൗതുകം തോന്നി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സെൻട്രൽ സ്ക്വയർ മാള്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ ഞങ്ങൾ മുകളിലെ എല്ലാ ഫ്ലോറും ചുറ്റി കറങ്ങി കേട്ടോ. അവിടെ നിന്ന് മൂവി കാണാമെന്ന് വിചാരിച്ച് തിയേറ്ററിൽ ചെന്നപ്പോൾ ആ ടൈമിൽ അവിടെ മൂവി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ മോളിലല്ലേ എനിക്ക് വെളിച്ചം ഭയങ്കര കുറവുള്ളതുപോലെ തോന്നി കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ബസ്സിൽ നിന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊന്നും അവർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തു. ഇതൊരു ഫോട്ടോ ബൂത്ത് പോലെ ചെയ്തു വെച്ചതാണ് കേട്ടോ അവർ. അപ്പോൾ ഇതിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ കുറേ പേര് വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരമാണ് കേട്ടോ ഞങ്ങൾ മോളിൽ നിന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ വന്നത് മൂവി കാണാനാണ് കേട്ടോ. മോളിൻ്റെ തൊട്ടടുത്ത് തന്നെ കവിത തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് കേട്ടോ മൂവി കാണാനായിട്ട് വന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ തിയേറ്റർ കാണുന്നത്. പഴയ ഒരു തിയേറ്റർ ആണെങ്കിലും ഭയങ്കര വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. സീറ്റിംഗ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ 1000-ന് മേലെ സീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടോ എഴുതിയിരുന്നത്. ഞങ്ങൾ നിവിൻ പോളിയുടെ പുതിയ മൂവിയാണ് കേട്ടോ കാണാൻ വന്നത്. സർവ്വമായ എന്ന് പറയുന്ന മൂവി നല്ല മൂവിയായിരുന്നു കേട്ടോ. ബോറടിപ്പിക്കാത്തൊരു മൂവിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അരിപ്പ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോയത്. മൂവി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടപ്പോൾ ഇത് റീൽസിലൊക്കെ ഒത്തിരി കണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണല്ലോ എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഇവിടെ കയറിയത്. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. വാം അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഫൺ മൂവി തീംഡ് ഡെക്കോറാണ് കേട്ടോ ഇവിടെ. ഇവിടെ മെയിൻ ഒതൻറ്റിക് കേരള സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് കേട്ടോ. നാടൻ അറ്റ്മോസ്ഫിയറും ആണ്, നാടൻ ഫുഡും ആണ് കേട്ടോ ഇവിടെ. താഴെ ഡൈനിങ് ഓപ്പൺ ആവണുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ട്രഡീഷണൽ കേരള ഫ്ലേവേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പാലപ്പവും പിന്നെ നാടൻ ചിക്കൻ കറിയും പിന്നെ ഒരു നോർമൽ ബിരിയാണി ആയിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് വാം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് അധികം ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്നിട്ട് ഫോണിലെ ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടതാണ്. ഓർഡർ ചെയ്തതിൽ ഞാൻ കഴിച്ചത് പാലപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് പാലപ്പായിരുന്നു, പക്ഷേ പുളി ഇത്തിരി കൂടുതലായിരുന്നു കേട്ടോ അപ്പത്തിന്. ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ആയിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കറിയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങളത് പാഴ്സൽ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്തത്. പിന്നെ നോർമൽ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു. ഓവർ ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഫുഡിന്. ഞങ്ങളിരുന്നിടത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് പോന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.